ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു മോഡത്തിനും റൂട്ടറിനും അതുപോലെ CCTVക്കൊക്കെ ഉള്ളൊരു UPS ആണ്. എന്നുവെച്ചാൽ ഒരു പവർ ബാക്കപ്പ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, സിങ് ടെക്നോളജീസിനായിട്ട്. അത് ഒരു 1500-500 റേറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ ഒരു കേസർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, കേസർ ലാബ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്. ഇതിന് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്, 2000 അബവ് വരും. 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ 2100 റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സെയിൽ കാരണം ഇനി കുറയാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. മോസ്റ്റ്ലി ഓഫർ വരുന്നതാണ് തോന്നുന്നത്. ചിലപ്പോൾ 2000-ൻ്റെ ജസ്റ്റ് താഴെയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു UPS നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കേസർ 12 വോൾട്ട് UPS എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. നമുക്ക് ഇവിടെ സൈറ്റ് ഉണ്ട് ശരിക്കും. ഇതിൽ നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും വാങ്ങുള്ളത്. ഇവർക്ക് പിന്നെ 12 വോൾട്ടും ഉണ്ട്, 9 വോൾട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മോഡം അല്ലെങ്കിൽ റൂട്ടർ അല്ലെങ്കിൽ ONT നമ്മുടെ ഇതിൻ്റെ റേറ്റിംഗ് നോക്കുക. നിങ്ങൾ 12 വോൾട്ട് ആണോ? അപ്പോൾ അങ്ങനെ റേറ്റിംഗ് നോക്കുക കഴിഞ്ഞാൽ 12 വോൾട്ട് ഈക്വൽ ടു അതുപോലെ പിന്നെ ഒരു ആംബിയർ ഉണ്ടോ, 1 ആംബിയർ 2 ആംബിയർ 0.5 ആംബിയർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ 12 വോൾട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ 12 വോൾട്ടിൻ്റെ വാങ്ങുക. 9 വോൾട്ട് ആണെങ്കിൽ 9 വോൾട്ടിൻ്റെ വാങ്ങുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല, അത് നോക്കിയിട്ട് വാങ്ങണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആംബിയർ ആണ്. അപ്പോൾ ഇത് 12 വോൾട്ട് മാക്സിമം 2 ആംബിയർ ആണ്. അപ്പോൾ 2 ആംബിയറോ അതോ 2 ആംബിയറിൻ്റെ താഴെയുള്ളതോ നിങ്ങൾ വാങ്ങണം നമ്മുടെ റേറ്റിംഗ് നോക്കിയിട്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ മോഡത്തിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ട് വാങ്ങണം. അപ്പോൾ 2.1 ആംബിയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല. അതുപോലെ 3.1 ആംബിയറിൻ്റെ ഉണ്ട്. അപ്പോൾ ശരിക്കും നോക്കിയിട്ട് വാങ്ങണം. 12 വോൾട്ട് 2 ആംബിയറോ അല്ലെങ്കിൽ 12 വോൾട്ട് 2 ആംബിയറിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്ക് ഈ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 9 വോൾട്ടിൻ്റെ വേറെ മോഡലുണ്ട്, നിങ്ങൾക്ക് സൈറ്റ് നോക്കി കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. കേസറിനായിട്ട് ഒരു സ്വിച്ച്, ഓൺ ഓഫ് ബട്ടണാണ്. പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ LED, പിന്നെ നമ്മുടെ ഔട്ടിൻ്റെ പോർട്ടാണത്. സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേസറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും 12 വോൾട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതുപോലെ പീക്ക് കറണ്ട് 2 ആംബിയർ ആണ്. കപ്പാസിറ്റി 19 വാട്ട് ആണ്. അതുപോലെ ബാക്കപ്പ് 3 to 5 അവർ കിട്ടും. അത് നമ്മുടെ ഈ ഇതിൻ്റെ റേറ്റിംഗ് അനുസരിച്ചിരിക്കും. അപ്പോൾ മാക്സിമം പറയുന്നത് 5 ആണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഞാൻ അടുത്ത് കൊണ്ടുവരാം, ഒന്ന് ക്ലിയർ ആവും നോക്കട്ടെ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ ട്രൂ ഓൺലൈൻ UPS ഫംഗ്ഷൻ, അതുപോലെ 0 ലാഗ് സ്വിച്ചിങ് ആണ്. അതുപോലെ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ, ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ, അതുപോലെ തെർമൽ പ്രൊട്ടക്ഷൻ, അതുപോലെ ലോങ് ബാറ്ററി ലൈഫ്, അതുപോലെ കോമ്പാക്ട് സൈസ്, അതുപോലെ മൾട്ടി ഫംഗ്ഷൻ LED. ഇതിപ്പോൾ നല്ല ചെറിയ ഡിവൈസാണ്. ശരിക്കും ഒരു നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ സാധനം. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ട് 12 വോൾട്ട്, അതുപോലെ നെറ്റ് ക്വാണ്ടിറ്റി ഒരെണ്ണം, അതുപോലെ ഇൻപുട്ട് 12 വോൾട്ട്, ഔട്ട്പുട്ട് 12 വോൾട്ട് 2 ആംബിയർ, അതുപോലെ നമ്മുടെ കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. കണക്ടർ എക്സ്ട്രാ കണക്ടറിൽ ഉണ്ടായിരിക്കും. MRP കൊടുത്തിട്ടുണ്ട് 2999 ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ അത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ മോഡത്തിന് ഇത് പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു റിപ്ലൈ തന്നു, ഓൾമോസ്റ്റ് 2 hours തന്നെ റിപ്ലൈ തന്നു. അപ്പോൾ നല്ല സപ്പോർട്ടുള്ള ബ്രാൻഡാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യണത് ശരിക്കും വാറണ്ടി കിട്ടണമെങ്കിൽ. പിന്നെ ഈ സൈഡിലായിട്ട് അത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് സിമ്പിൾ മെത്തേഡുള്ളൂ. നമ്മുടെ ഈ മോഡത്തിൻ്റെ കേബിൾ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ അഡാപ്റ്റർ, അതെടുത്ത് ഇതിൻ്റെ ഇന്നിൽ കുത്തുക. പിന്നെ ഇതിനൂടെ നമുക്കൊരു കേബിൾ വന്നിട്ടുണ്ട്, അതെടുത്ത് ഔട്ട്പുട്ട് നമുക്ക് അതിൻ്റെ മച്ചയിൽ കുത്തുക. പിന്നെ 2 കണക്ടർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്ടറിൽ കയറുന്നില്ലെങ്കിൽ അത് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് അത് കൂടെ കുത്താൻ പറ്റും. അതിനാണ് വന്നേക്കുന്നത്. മോസ്റ്റ്ലി എല്ലാം കയറും, ഡീലിങ്ങിനൊക്കെ ഇത് കുത്തേണ്ടി വരുന്നുണ്ട് എക്സ്ട്രാ നമ്മുടെ ഇത്. ബാക്കിയെല്ലാം മെഷീൻ നമുക്ക് കയറും. എൻ്റെ നെറ്റ് ലിങ്കിൻ്റെയാണ്. അപ്പോൾ അതിന് കയറുന്ന ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതും കൂടെ കാണാം, മെയ്ഡ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് കുറച്ച് കളർ പോയത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമില്ല, ഞാൻ സാനിറ്റൈസ് ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഉള്ളതൊക്കെയാണ് നമുക്ക് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിങ് പോകാം. അതിൻ്റെ സീല് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഏതിനാണ് നമുക്കൊരു മിനിമം 1 ആംബിയറിൻ്റെ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് 2 അവർ മിനിമം ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യാനായിട്ട് മുമ്പ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കപ്പിനെ എഫക്റ്റ് ചെയ്യും, ബാറ്ററിയുടെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. ചാർജ് ആയിട്ടില്ലെങ്കിൽ ഇനീഷ്യൽ ചാർജ് യൂസ് ചെയ്യാനായിട്ട് മുമ്പ് ചാർജ് ചെയ്യണം, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഭയങ്കര ചെറുതാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു കുട്ടി സാധനം കിട്ടിയ പോലെ ഉണ്ട്. ഭയങ്കര ചെറിയ സാധനം. ഒരു പാക്കേജിലാണ്, പ്ലാസ്റ്റിക്. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു വെയിറ്റും ഇല്ല. അത് 2600-800 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പടത്തിൽ കാണുന്ന പോലെ തന്നെ കേസറിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ. അതുപോലെ ഔട്ട്പുട്ട് ഉണ്ട്. അതിൽ ഇൻപുട്ട് പറഞ്ഞത് ബാക്കിലാണ്. പിന്നെ ഇവിടെ കാണാം 12 വോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് ഈ ഓൺലൈൻ വാറണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഈ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റ് കൊടുത്തിട്ടുണ്ട്, www.curzorlabs.com. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഡിസൈൻഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ.
നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഗ്ലോസി ബാക്കാണ്. എന്നുവെച്ചാൽ സിങ്ങിൻ്റെ ഞാൻ മുമ്പ് അൺബോക്സിങ്ങിനായിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഇതിന് തന്നെയാണ്. അപ്പോൾ പ്രൈസിൻ്റെ ഡിഫറൻസ് ആണെന്ന് നോക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആകെ ഇതിൻ്റെ ഒരു കോൺ പറയാനുള്ളത് പ്രൈസ് തന്നെയാണ്. എന്ന് വെച്ചാൽ 2199 ആണ് ഞാൻ വാങ്ങിയപ്പോൾ പ്രൈസ്. ശരിക്കും ആ പ്രൈസിന് നമുക്ക് നമ്മുടെ ഒരു PC-ൻ്റെ ഇത് കിട്ടും, UPS നല്ലത്. പക്ഷേ ഇതിൽ നമുക്ക് മോഡത്തിന് തന്നെയായിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മിക്കെല്ലാം അതിന് സ്മാർട്ടായിരിക്കും. അപ്പോൾ അത് ലോ കറണ്ട് ആണെങ്കിൽ ഓട്ടോ ഓഫ് ആയി പോകും. അപ്പോൾ നമുക്കൊരു വാറണ്ടി കാർഡ് ഉണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഇങ്ങനെ കുത്തണ്ടേന്നൊക്കെ വെക്കാം. നമുക്കിത് ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല, അത് വേറെ കാര്യം. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കേബിളും സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കവർ കുറച്ച് അലമ്പായി, ഞാൻ പൊട്ടിച്ചതിൻ്റെ കുഴപ്പമാണത്. അതാ നമ്മൾ പറഞ്ഞ നമ്മുടെ കണക്ടറാണ്, എക്സ്ട്രാ കണക്ടർ. എനിക്ക് പക്ഷേ ഇത് ആവശ്യം വരില്ല, ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് കേബിൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം, അതെന്ന് വെച്ച് കറക്റ്റ് ഉള്ളിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേബിൾ, ഒരു ചെറിയ കേബിളാണ് ബ്രിഡ്ജ് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലാണത് നമ്മുടെ ഔട്ട്പുട്ടിനോട് ഇതാണ്ട് കുത്തേണ്ടത്. നമുക്ക് ഇൻപുട്ടിൽ നമ്മുടെ അഡാപ്റ്റർ കുത്തണം, അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മുടെ ഇതും കുത്തണം. അത് നമുക്ക് കുത്തി നോക്കാം. ഇത് നമ്മുടെ മോഡത്തിലേക്കാണ് കുത്തേണ്ടത്. അപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ മോഡം. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ ഓണാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ കേബിൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതായി ഊരുക. അതിന് മുമ്പ് ഒരു ഇതിൻ്റെ സ്പേസ് നമുക്ക് കുറച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് മോഡം എടുത്ത് കുറച്ചൊന്ന് നീക്കി വയ്ക്കാം. ഞാൻ ഒന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് താഴെ നമ്മുടെ ഡബിൾ ടൈപ്പ് സൈഡ് കൊണ്ട്. അങ്ങനെ നീങ്ങി പോകാണ്ടിരിക്കുക, അതുപോലെ വലിഞ്ഞ നിലത്തേക്ക് പോകാണ്ടിരിക്കാനോ അങ്ങനെ വേണ്ടി ഡബിൾ ടൈപ്പ് കൊണ്ട് വെച്ചൊന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നീക്കി വയ്ക്കാം. ഇവിടേക്ക് വയ്ക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ സാധനം, ഇതാണ് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ്. ഇതിന് വാൾ മൗണ്ടിങ് സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇവിടെ തന്നെയാണ് വെക്കേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ കേബിൾ ഊരിയിട്ട് ഇതിൽ വയ്ക്കുക. ഔട്ട്പുട്ടിൽ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചിലപ്പോൾ കണക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ ആ തന്നേക്കണ ഇത് ഉപയോഗിച്ചാൽ മതി, അപ്പോൾ ഈസി ആയിട്ട് കണക്റ്റ് ആവും. നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇന്നെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുത്തുക. അപ്പോൾ കത്തിയില്ല. എന്താ വേണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ലൈറ്റ് ഉണ്ട്, നമുക്ക് പവർ സ്വിച്ചും ഉണ്ട്, ലൈറ്റും ഉണ്ട്. അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് എന്നാണ്. അപ്പോൾ ഇത് ഓൺ ആവണമെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കണം. അപ്പോൾ ഓണായി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഓൾറെഡി പവർ വന്നു. അപ്പോൾ സംഭവം വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് എല്ലാ ലൈറ്റും കത്തുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫുൾ വർക്കിംഗ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീക്കാം. ഇതിപ്പോൾ എല്ലാം ഓണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഇഷ്യൂ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ നിങ്ങളൊരു UPS എന്തായാലും നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം സീസൺ ആയതുകൊണ്ട് മിക്കതെല്ലാവർക്കും ആവശ്യം വരും. അപ്പോൾ കറണ്ട് പോയി തുടങ്ങിയപ്പോൾ കട്ടായിട്ടിരിക്കാൻ ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം. ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ആമസോണിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, അതുപോലെ അവരുടെ സൈറ്റ് ലിങ്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.